ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പാമ്പാടുംപാറയിലെ ഏലം കർഷകനായ ശ്രീ നോജ് എം ജോസ് മുണ്ടയ്ക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ മുണ്ടയ്ക്കൽ നോജം ജോസ് എന്ന ഏലം കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. മികച്ച രീതിയിൽ ഏലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന നോജ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഏലം കൃഷി തുടരുന്നുണ്ട്? ഞാൻ ഏതാണ്ട് ഒരു 10-25 വർഷമായിട്ടുണ്ട്. എന്നാലും ശരിക്കും ആക്റ്റീവായിട്ട് ഒരു 6 വർഷത്തോളമൊക്കെ ആയിട്ടുള്ളൂ. ഇതോടൊപ്പം തന്നെ ചേട്ടൻ മലനാട് മിൽക്ക് സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു 25 വർഷമായിട്ട് മലനാട് മിൽക്ക് സൊസൈറ്റി സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. ജോലി സമയവും കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള സമയവും ഒക്കെ തമ്മിൽ എങ്ങനെയാണ്? രാവിലെ ഏകദേശം 8 മണിയോടുകൂടി നമ്മൾ സൊസൈറ്റിയിലെ വർക്കൊക്കെ തീരും. പിന്നെ നമ്മൾ പറമ്പിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തോട്ടത്തിൽ ഇറങ്ങി ജോലി ചെയ്യാനായിട്ട് തുടങ്ങും. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും പോയാൽ മതി. ഏകദേശം പണിക്കാരൊക്കെ പോകുമ്പോഴത്തേക്ക് 4:30 ആകുമ്പോഴത്തേക്ക് പണികളെല്ലാം കയറി പോകും. ഏലം കൃഷി മാത്രമാണോ ഉള്ളത്? പ്രധാനമായിട്ട് ഏലക്കൃഷിയാണ്. പിന്നെ വീടിനോട് ചുറ്റിപ്പറ്റി 1-2 പല വൃക്ഷങ്ങളും അല്പം പച്ചക്കറി അങ്ങനെയൊക്കെ ഉള്ളതുള്ളത്. അതൊരു കാര്യമായ കൃഷിയായിട്ട് പറയാനില്ല. എന്നാൽ പൂർണ്ണമായിട്ട് ഏലക്കൃഷിയാണ്. മുൻപൊക്കെ പാമ്പാടുംപാറ പഞ്ചായത്തിൽ വ്യാപകമായിട്ട് കാപ്പി കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കാപ്പി കൃഷി ആളുകൾ പിന്നോട്ട് പോയി. എന്തായിരിക്കും ഇതിനൊരു കാരണം? പ്രധാനമായിട്ടും കാപ്പിയുടെ വിലക്കുറവാണ് ഒരു വിലയിലുണ്ടായ വ്യത്യാസമാണ്. പിന്നെ അതിനേക്കാൾ ഒരു ഏലം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു 10 കാപ്പി നിൽക്കുന്ന സ്ഥലത്ത് 10 ഏലം നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നന്നായിട്ടുണ്ടായി. ഏലക്കൃഷി എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷം കൊണ്ട് പാമ്പാടുംപാറ പ്രദേശത്തെ ഏലക്കൃഷി വ്യാപകമായ രീതിയിൽ എല്ലാ പുല്ലുമേടുകളിലും അല്ല ചുമ്മാ കിടന്ന് വേറെ സ്ഥലങ്ങളിലെല്ലാം കൃഷിയായി. ഒരു വീടിന് ഒരാൾക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന മുറ്റത്താണെങ്കിലും 10 മൂട് ഏലം വെക്കുന്ന രീതിയിലേക്ക് വന്നു. പണ്ടൊക്കെ നടന്നത് ചുമ്മാ കിടക്കുകയായിരുന്നു. ഒരു കാപ്പിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം, പ്രധാനമായിട്ട് വരുമാനമാണ് ഏലകൃഷിയിലേക്ക് എല്ലാവരെയും തിരിച്ചു വിട്ടത്. ചേട്ടൻ ഈ ഏലകൃഷി തുടങ്ങുന്ന സമയത്ത് ഏതിനം ഏലമായിരുന്നു ഈ ഭാഗത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്? എൻ്റെ കാലത്തൊക്കെ ഞള്ളാനി ആയിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നാടൻ ചെടികളായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പപ്പയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് വൾഗ, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള നാടൻ ചെടികൾ. പിന്നെ നമ്മുടെ നാട് പറമ്പുകളൊക്കെ തന്നെ കിളുത്തുണ്ടായതും പലപ്പോഴും അരികൾ പാകി ഉണ്ടാക്കിയ ചെടികളാണ്. അപ്പോൾ അത് പല രീതിയിലുള്ള ഉത്പാദനമാണ് ഇതിൽ ലഭിക്കുന്നത്. നാടൻ LBC എന്നൊക്കെ പറഞ്ഞ് പഴയ സാധനം, മൈസൂർ വൾഗ, വൾഗ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നാടൻ ചെടികളായിരുന്നു. ഏകദേശം ഒരു 87-90കളോടുകൂടിയാണ് ഇവിടെ ഞള്ളാനി വ്യാപകമായിട്ട് കൃഷിയാകാൻ തുടങ്ങിയത്. ഈ ഞള്ളാനി പോലെ ഉൽപ്പാദനശേഷി കൂടുതലുള്ള ഇനങ്ങളൊക്കെ 90-ന് ശേഷമാണ് ഇവിടെ വ്യാപകമായെന്ന് പറഞ്ഞു അല്ലേ? അല്ല, ഏകദേശം ഞള്ളാനിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഇവിടെയൊക്കെ പുതിയ ഇനങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു 4-5 വർഷം കൊണ്ടൊക്കെ ഉള്ളൂ പുതിയ മറ്റ് ഇനങ്ങളെക്കുറിച്ച്. ഭൂമി, പിന്നെ കാർഡ് 1 നമ്പർ 1 അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളെക്കുറിച്ച് ഇങ്ങനെ അറിവുണ്ട്. ഇങ്ങനെ എൻ്റെ അറിവിൽ എനിക്ക് ഭൂമിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമുണ്ട്. കാരണം 1-2 ചുവട് എനിക്കുണ്ട്. അതുകൊണ്ട് ഭൂമി നല്ലതായിട്ട്, ബാക്കിയെല്ലാം ഞള്ളാനി തന്നെയാണ് നമുക്ക്. പിന്നെ പല ടൈപ്പുകൾ ഏലങ്ങൾ. ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ ഒരു ചെടിയിൽ നിന്ന് അരി പറിച്ചുകൊണ്ട് ഇപ്പോൾ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായ മാതൃചെടിയുടെ സ്വഭാവം അല്ലാതെ വേറെ തരത്തിലുള്ള ചെടി നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഈ ബൊമ്മി എന്ന് പറയുന്ന ഇനം പരീക്ഷണാടിസ്ഥാനത്തിൽ ചേട്ടൻ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു താരതമ്യം എങ്ങനെയാണ് ഈ ഞള്ളാനിയുമായിട്ട് ചേട്ടൻ നോക്കിയിട്ട്? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൊമ്മിക്ക് ഭയങ്കര ഗ്രീൻ കളർ. അതിൻ്റെ കായ ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഗ്രീൻ കളർ, നല്ല തത്തമ്മയുടെ പച്ച പോലത്തെ ഒരു പച്ച കളർ. പിന്നെ പൊതുവിൽ കേടക്കുറവുണ്ട്. വേനലിനെ കുറച്ചുകൂടെ അതിജീവിക്കാനായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, അതൊരു വലിയൊരു ഞള്ളാനിയും രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഉൽപ്പാദനമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. പിന്നെ വേനലിനെ അതിജീവിക്കാനായിട്ട് കുറച്ചുകൂടെ പറ്റുന്നതാണ് പറഞ്ഞുള്ള അറിവ്. അങ്ങനെ നമ്മളിതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കായുടെ വലുപ്പത്തിലൊക്കെ വലുപ്പത്തിലൊക്കെ നല്ല വലുപ്പ വ്യത്യാസമുണ്ട്. ഇതിനാണ് ബൊമ്മിക്ക് നല്ല വലുപ്പം കിട്ടും.
പിന്നെ ഏകദേശം ഇതിൻ്റെ എല്ലാം ഏകദേശം 24-25 അരി കൊണ്ടൊക്കെ അരികളൊക്കെ വരുന്നുള്ളൂ. രണ്ട് രണ്ട് കായ്ക്കകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിചരണ രീതിക്കനുസരിച്ച് തൂക്കവും അതിൻ്റെ ഇതെല്ലാം വ്യത്യാസം വരും. ഞെള്ളാണി ഏലത്തിൻ്റെ കൃഷി രീതി എങ്ങനെയാണ്? ഞെള്ളാനി ഏലത്തിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏലത്തിൻ്റെ ആദ്യം വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കുമ്മായം അല്പം കുമ്മായം ഇടുകയാണെങ്കിൽ മണ്ണിലെ pH കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് 7 ദിവസമോ 8 ദിവസം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച ഒരു 10-12 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒറ്റ ചിമ്പായിട്ടാണ് വെക്കുന്നത്. ഓരോത്തിൻ്റെ ഒരു ചിമ്പ്. അപ്പോൾ ആ ചിമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിവളം പോലെ വേണമെങ്കിൽ രാജ്ഫോസും അല്പം വേപ്പം പിണ്ണാക്കും വേണേൽ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 15-20 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളൊരു വളം കൊടുക്കാം. അത് ചിലർ ആക്ടംബോസും ചാണകവെള്ളമോടെ കലക്കി ഒഴിക്കാറുണ്ട്. ഇപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ കോമ്പോയുടെയൊക്കെ 12-13 എന്നുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കും. ഏകദേശം ചെടിക്ക് ഒരു കുറച്ചുകൂടെയൊക്കെ വേര് ഒരു 1 അടി 1.5 അടി നീളമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്ടംബോസും അതുപോലെ ഇച്ചിരി മറ്റു പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനമെല്ലാം ഇട്ട് കൊടുക്കും. 12-13 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ രീതിയിൽ മറ്റു വളങ്ങളെല്ലാം കൊടുത്ത് തന്നെ മുമ്പോട്ട് ഉണ്ടാകും. ഏകദേശം ഒരു 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ശരങ്ങളൊക്കെ ഉണ്ടാവാം. പല കർഷകരും അത് കൂടുതൽ ചിമ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശരങ്ങൾ കണ്ടിച്ച് കളയും. ഇപ്പം പറയുന്നത് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കണ്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഏകദേശം 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ശരങ്ങളൊക്കെ ആവും. 24 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു വരുമാനത്തിലേക്ക് എത്തിച്ചേരും. പൂർണ്ണ തോതിലൊരു ഉൽപ്പാദനത്തിലേക്ക് വരാൻ എത്ര മാസം വേണ്ടി വരും? ഏകദേശം 3 വർഷമാണ് ശരിക്കും ഉള്ളതിൻ്റെ ഫുൾ ഇതിൽ കിട്ടുന്നത്. 24 മാസം തൊട്ട് ഒരു ഏകദേശം ഒരു 3 വർഷത്തിന് 36 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട്. ഈ പരിചരണം കൃത്യമായാൽ ഒരു ഏലച്ചെടിയിൽ നിന്ന് എത്ര കാലം വരെ നമുക്ക് വിളവെടുക്കാൻ കഴിയും? കൃത്യമായ പരിചരണത്തിൽ പോകുന്ന ഏരിയയാണെങ്കിൽ ഓരോ 45 ദിവസത്തിൽ നമുക്ക് വിളവെടുക്കാം. ഓരോ 45 ദിവസത്തിൽ വിളവെടുക്കാം. പലരും നമ്മുടെ ഇവിടുത്തെ രീതികൾ വെച്ച് നോക്കുമ്പോൾ ചിലർ പറയും 60 ദിവസം വേണം, 50 ദിവസം വേണം, 45 ദിവസം വിളവെടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായിട്ട് എല്ലാ 45 ദിവസവും വിളവെടുക്കുന്ന ആളാണ്. ഈ വർഷത്തിൽ എത്ര തവണ ഇങ്ങനെ വിളവെടുക്കാൻ കഴിയും? ഏകദേശം 7-8 പ്രാവശ്യമൊക്കെ എടുക്കാം. സാധാരണ 4-5 തവണയോടുകൂടി ഏലക്കായുടെ ഒരു ഉൽപ്പാദനം കുറയുവാണല്ലോ. അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? അതെ, നമ്മുടെ പരിചരണം കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കായ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു പൊളിയാറ് കൊടുക്കും. പൊളിയാറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ ഒരു മണ്ണിലൊരു വളപ്രയോഗം നടത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ 45 ദിവസം കൂടുമ്പോൾ കൃത്യമായ ഇടവേളയിൽ ഒരിക്കൽ പോലും വിളവെടുപ്പ് നിർത്താതെയായിട്ട് ശരിക്കും ഞാൻ ആക്റ്റീവായിട്ട് ഈ കൃഷിയിലേക്ക് വന്നതിന് ശേഷം ഈ 4 വർഷത്തിൽ ഓരോ 45 ദിവസം ഇടവിട്ട് കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിലുള്ള വേരിയേഷൻ വരും. നല്ല ഈ സീസൺ സമയം ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഡിസംബർ വരെ കിട്ടുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് മാർച്ച്, ഏപ്രിൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ. അതും വലിയൊരു വ്യത്യാസമൊന്നും വരാറില്ല. ഈ പാമ്പാടുംപാറയിൽ കാലാവസ്ഥ എങ്ങനെയാണ്? ഏലം കൃഷിക്ക് ഏറ്റവും യോജ്യമായതാണോ? ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തിൽ മാത്രം നമുക്ക് ഈ കാലാവസ്ഥ മൊത്തത്തിൽ വ്യതിയാനം വന്നുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ പാമ്പാടുംപാറ ഏലകൃഷിക്ക് ഏറ്റവും നല്ല, എൻ്റെ പറഞ്ഞുള്ള അറിവിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏലത്തിൻ്റെ ആദ്യകാലഘട്ടം തന്നെ പാമ്പാടുംപാറയിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. മർഫി സാഹിബിൻ്റെ കാലത്ത് പാമ്പാടുംപാറ എസ്റ്റേറ്റിലാണെന്ന് തോന്നുന്നു ഈ ഏലകൃഷി ഈ വ്യാപകമായ രീതിയിൽ ആരംഭിക്കുന്നത് തന്നെ പാമ്പാടുംപാറയാണ്. ഈ മഴക്കാലത്ത് പ്രധാനപ്പെട്ടൊരു പ്രശ്നം അഴുകൽ രോഗമാണല്ലോ. അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്? മഴുകൽ രോഗങ്ങൾക്ക് നമ്മൾ പ്രധാനമായിട്ട് നമ്മളൊരു മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടും വലിയ മഴയൊക്കെ ആകുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ബോഡോമിശ്രം കൊടുക്കും. ബോഡോമിശ്രം പലപ്പോഴും നമ്മൾ പാക്കറ്റിലുള്ള പൊടികൾ മേടിച്ചാകാതെ ക്രിസ്റ്റൽ ടൈപ്പുള്ള തുരിശ് വാങ്ങിക്കുക. അതുപോലെ തന്നെ കക്ക നമ്മൾ നീറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്താകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതിൻ്റെ കണ്ടൻ്റ് എല്ലാം നന്നായിട്ടുണ്ടാകും. മറ്റേ പൊടിച്ച് കഴിയുമ്പോൾ അത് അത്രമാത്രം ഇതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അഴുകൽ ഒരു പരിധിവരെ കൺട്രോളാണ്. പിന്നെ ഈ പലപ്പോഴും പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുള്ള അറിവ് മനസ്സിലാക്കി നമ്മുടെ തൊട്ട് മുമ്പുള്ള 3-4 മാസത്തെ 5-6 മാസത്തെ വളപ്രയോഗവും മറ്റ് കൃഷി രീതിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് പലപ്പോഴും അഴുകലും മറ്റോർച്ചിനും പോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വളപ്രയോഗമൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈ കിട്ടുന്ന എല്ലാ വളവും വാരിയിടുന്ന രീതി മാറിയിട്ട് ഏത് വളമാണ് നമുക്ക് ഓരോ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവും ധാരണയും ഓരോ കർഷകർക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ അഴുകലിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബോഡോ മിശ്രിതം തളിച്ച് നമ്മൾ മുൻകൂറായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു കാലാവധി എത്ര ദിവസം വരെ നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയും? ഒരു മാക്സിമം ഒരു 30 ദിവസം താഴേക്കേ ഉള്ളൂ ഒരു ബോഡോ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇത് അഡ്വാൻസ് പോകുന്നതുകൊണ്ട് ഫംഗസ് എല്ലാം കുറച്ചുകൂടെ പോകുന്നു. ക്രമാതീതമായ മഴയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ 100% ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ടാവാം. എങ്കിലും നമുക്ക് നല്ലൊരു പ്രതിരോധമാണ്. അത് നമ്മൾ മഴ തുടങ്ങുന്നതിനും വേനൽ അവസാനിക്കുന്നതിനുള്ള ഒരു ഇടത്തമയിലാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇതൊരു വലിയൊരു പ്രതിരോധമാണ്. നിലവിലുള്ള ഫംഗസിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് അന്നേരം പറ്റും.
അഴുകലല്ലാതെ മറ്റെന്തൊക്കെ രോഗബാധകളാണ് ഏലത്തെ ബാധിക്കുന്നത്? നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസേറിയമാണ് നല്ല വ്യാപകമായ ഒരു പ്രശ്നമായിട്ട് നമുക്കിവിടെ കാണുന്നത്, ഫിസേറിയം. പിന്നെ ഈ മറ്റേ ഇലകരിച്ചിൽ, അതുപോലെ തന്നെ മറ്റേ ഈ ഇല അഴുകൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്. ഫിസേറിയത്തെ പ്രതിരോധിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഫിസേറിയത്തിന് നമ്മൾ കൃത്യമായ ഇടവേളയിൽ ഫംഗിസൈഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നവംബർ, ഡിസംബർ, ജനുവരിയൊക്കെ നമ്മൾ ഒരു മറ്റേ എന്നാ പ്രൊഫിനോക്കോണസോളും അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ, നമ്മൾ ടിൽറ്റ് സ്കോർ അല്ലെങ്കിൽ ഗ്ലോബിറ്റ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വരുന്ന മരുന്നുകൾ ഉപയോഗിക്കും. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ചൂടായി കഴിയുമ്പോഴത്തേക്കും മാർച്ച് ഏപ്രിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്യാപ്റ്റൻ ടെബു പോലുള്ള മരുന്നുകൾ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ടെബുക്കോണസോളും മാംഗോസപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കൊടുക്കും. പിന്നെ അടുത്ത മാസങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അസിസ്ട്രോൺ, ടെബുക്കോണസോൾ, ഇങ്ങനെ ഓരോ പല രീതിയിലുള്ള കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കെമിക്കൽസ് മാറി മാറി കൊടുക്കണം. ഇന്നിപ്പോൾ നമ്മൾ ടെബുക്കോണസോൾ ക്യാപ്റ്റൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും 3 മാസം കഴിയുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിരോധമില്ല. മാറി 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 പിന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി പുതിയ മരുന്നുകൾ അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഈ രാസവളത്തോടൊപ്പം ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ജൈവവളം പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഒത്തിരി മഴയൊക്കെ നമ്മുടെ തുലാമഴ, ഇപ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥ നമുക്കത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ നമുക്ക് പ്ലാൻ ചെയ്ത് പോകുന്ന രീതിയിൽ പോകാൻ പറ്റത്തില്ല. മുൻ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞാൽ തിലാമഴയെല്ലാം കഴിഞ്ഞ് ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. ആ സമയത്ത് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ഹുമിക്കിൻ്റെ ഗ്രാനോൾസ്, അങ്ങനെയുള്ള പല സൈസ് സാധനങ്ങൾ കിട്ടാറുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ അടിവളം പോലെ കൊടുക്കുക. അതിപ്പം ഉൽപ്പാദനവും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന സമയമാണെങ്കിൽ നമ്മൾ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ എല്ലുപൊടിയും ഒക്കെ കൊടുക്കും. ആ സമയം ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ അത് 1/2 കിലോ ആവാം, അങ്ങനെ എന്തെങ്കിലും രീതിയിലേക്ക് പോകും. ജൈവവളം അങ്ങനെയാണ് ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്ന ഈ ഒരു സീസണിലാണ്. കാരണം നമുക്ക് ഒരു 3 മാസം കൊണ്ട് ഒരു പ്രോസസ്സിങ് ഒക്കെ നടന്ന് ചെടിക്ക് കിട്ടാനായിട്ട് ഒരു ഫലപ്രാപ്തി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ കൊടുക്കാം. പിന്നെ മഴക്കാലത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ അഴുകല് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ തള്ളിവിടത്തേ ഉള്ളൂ. പരമാവധി അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഈ വേനൽക്കാലത്തെ ഏലം കൃഷി പരിചരണം എങ്ങനെയാണ്? വേനൽക്കാലത്ത് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് വെള്ളം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നന്നായിട്ട് നനയ്ക്കാൻ പറ്റുക, ആഴ്ചയിലൊരു 2 പ്രാവശ്യമെങ്കിലും നനയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും നനയ്ക്കി കൊടുക്കുക. പിന്നെ കൃത്യമായ ഇടവേളയിൽ നമ്മൾ മരുന്നടിച്ച് പോകുക. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാനൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ 25 ദിവസത്തിനുള്ളിൽ തണ്ടുവരപ്പിനും അതുപോലുള്ള കീടങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുത്തു പോകും. അപ്പോൾ അതുപോലെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നാളുകളായിട്ട് അധ്വാനിച്ച് വരുന്ന ഒരു ചിമ്പ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ചില ചെടിക്ക് നമുക്കൊരു 2 ശരം ഉണ്ടാവാം, അതുപോലെ 2 ചിമ്പുണ്ടാവാം, അതുപോലെ തന്നെ ഈ 2 3 4 ശരം ആവാം. അപ്പോൾ ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു പോകുന്നതിലും ഭേദം നമ്മൾ കൃത്യമായ ഇടവേളയിൽ മരുന്നുകൾ കൊടുത്ത് തണ്ടുവരപ്പം കയറാതെ നോക്കുകയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ വേരുകൾക്ക് സംരക്ഷണത്തിനായിട്ട് നെമറ്റോഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കുക. അതുപോലെ തന്നെ നനച്ചു കൊടുക്കുക, നന്നായിട്ട് നനച്ച്. ഇപ്പോൾ പുതുതായിട്ട് അവലംബിക്കുന്ന ഒരു രീതിയാണ് ഈ വേരുകൾ സംരക്ഷിക്കാനായിട്ട് തൂമ്പ ഉപയോഗിച്ചുള്ള കൃഷിപ്പണികൾ ഒഴിവാക്കി കൊണ്ട് ചില കർഷകർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഒരു അനുഭവം അക്കാര്യത്തിൽ? നമ്മൾ മദ്യം ചെടിയുടെ ചോട്ടിൽ തുമ്പ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിടുകയാണെങ്കിൽ തന്നെ 4 ചെടിയുടെ നടുഭാഗത്തായിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കും. അത് ആദ്യം ചെറിയൊരു മൈന്യൂട്ടായിട്ട് ചെറിയൊരു അളവിലുള്ള മണ്ണ് മാത്രമേ നമ്മളിടുക. അല്ലാണ്ട് ഈ കിളയ്ക്കുന്നതൊന്നും അത്ര നിർബന്ധമൊന്നുമില്ല. അതൊരു പരമ്പരാഗത കൃഷി രീതിയേ ഉള്ളൂ, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചെടിയുടെ ചോട്ടിൽ നിന്ന് ഒരു 1.5 അടി അകലത്തിൽ ചപ്പെല്ലാം മാറ്റി വൃത്തിയായിട്ട് ചെടി ചോടുക. എന്നിട്ട് ബാക്കി സ്ഥലം മുഴുവൻ നമ്മൾ ചപ്പ് നിരത്തിയിട്ടേക്ക്. അപ്പം ഒരു തറ ഉറയ്ക്കുക എന്നുള്ളതിനൊരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല. നമ്മുടെ ആ പറമ്പിൽ കിട്ടുന്നിടത്തോളം ചപ്പുകൾ മുഴുവൻ പറമ്പിൽ നിരത്തി ചെടിയെന്നൊരു 1.5 അടി അകലത്തിൽ ഉള്ള ഭാവം ചെടിക്കാവും എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒച്ചിൻ്റെ ശല്യം അത് ഈ മേഖലയിലുണ്ടോ? ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യത്തിന് എൻ്റെ ഒരു അനുഭവത്തിൽ ബോഡോമിസ്റ്റർ കാണിക്കുകയാണെങ്കിൽ ഒച്ചിന് ഭയങ്കരമായ കൺട്രോളാണ്. ഞാനൊരു വർഷത്തിൽ ഒരു 2 ട്രിപ്പ് ബോഡോമിസ്റ്റർ പല പ്രാവശ്യമായിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു പരിധി വരെ ഒച്ചിന് ഭയങ്കര നിയന്ത്രണം. അപ്പോൾ ഞാൻ ഇന്നും ബോഡോമിസ്റ്റർ അടിച്ചാൽ വന്നേക്കുന്നത്. കാരണം ഒച്ചിൻ്റെ ശല്യം തുടങ്ങി ബോഡോമിസ്റ്ററും പിന്നെ ഈ മറ്റേ ഒരു പെല്ലറ്റ് കിട്ടുന്നുണ്ട്. അതൊക്കെ പെല്ലറ്റൊക്കെ എടുത്ത് പരിസരത്തുള്ളതെല്ലാം ഇങ്ങ് വന്ന് കയറുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല സാധനം ബോഡോമിസ്റ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഒച്ചിനെ കൺട്രോൾ. ശരാശരി ചേട്ടന് ശാസ്ത്രീയമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ 1 ഏക്കർ ഏലത്തോട്ടത്തിൽ നിന്ന് നമുക്കൊരു വർഷം ശരാശരി എത്ര കിലോ വിളവ് ലഭിക്കും? എൻ്റെ അനുഭവത്തിൽ ഒരു ഏകദേശം 1000 കിലോ വരെ എടുക്കും 1 ഏക്കറിൽ.
സാധാരണ 500 to 600, 700 കർഷകർ അല്ലേ? എൻ്റെ അനുഭവത്തിൽ എനിക്ക് 1000 കിലോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരേക്കറിൽ. ഒരേക്കറിൽ. അത് ഈ ശാസ്ത്രീയമായിട്ട് ഈ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ മരുന്നുകൾ കൊടുത്ത് വളപ്രയോഗത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ആവശ്യമായ വളവും മരുന്നും എല്ലാം കൊടുത്ത് പിന്നെ നന്നായിട്ട് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ച് അങ്ങോട്ടും കൊടുക്കണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ? ഇടയ്ക്ക് നമ്മൾ ഒരു വർഷത്തിലൊരിക്കൽ നടത്താറുണ്ട്. അത് ഗുണകരമാണോ? ആവശ്യമാണ്, നന്നായിട്ട് പ്രയോജനപ്പെടും. കാരണം എന്താ പറയുക, നമ്മുടെ മണ്ണിലെ ഏതൊക്കെ മൂലകങ്ങളുടെ കുറവുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വളരെ വ്യക്തമായിട്ട് അറിവ് നമുക്ക് കിട്ടും. പിന്നെ നമുക്കിന്ന് കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പല യൂട്യൂബിലെ വീഡിയോസും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ സൊസൈറ്റിയിലൊക്കെ ഇരിക്കുന്ന പല ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുക, ഇപ്പോൾ ഒരാൾ ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതൊക്കെ നമുക്കൊരു വലിയ അറിവാണ്. അപ്പോൾ ഇന്ന് പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിവിൻ്റെ നന്നായിട്ട് അറിയാനായിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ കർഷകർ ആകേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലുകൾ ഏതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മരുന്നടിക്കാൻ പോകും, അപ്പോൾ എനിക്ക് ഇന്ന മരുന്ന് വേണമെന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ ഇന്ന കെമിക്കലിലുള്ള മരുന്ന് വേണമെന്ന് പറയാൻ മാത്രം കർഷകർ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി നല്ല മാറ്റം. ഇപ്പോൾ അധികം സ്ഥലമൊന്നും വേണ്ട അല്ലേ? വേണ്ട. അതെ വേണ്ട. നന്നായിട്ട് ശ്രദ്ധാപൂർവ്വം വളരെ നമ്മൾ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ ഇതിൻ്റെ പുറകെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണമെന്ന് മാത്രം. അല്ലാണ്ട് നമ്മൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് 10-15 ദിവസം കഴിഞ്ഞ് പിന്നെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി. കാരണം അഴികളൊക്കെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ ചെടി ചൂടുകളിൽ പോയാലേ ഇതിനൊക്കെ ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും 3 മക്കളും. കാർഷിക പ്രവർത്തനങ്ങളിൽ അവരുടെയൊക്കെ പിന്തുണയുണ്ടോ? അവർ പിള്ളേരൊക്കെ പോകുന്നു, സ്കൂളിൽ പോകുന്നു. വൈഫ് അത്യാവശ്യം ഇങ്ങനെ പണിക്കാർക്കൊക്കെ ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മിക്കവാറും ഞാനും ഒരു ചേട്ടനുണ്ട് എൻ്റെ കൂടെ പണിയാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. നമ്മൾ കായെടുപ്പും കവാത്ത് അങ്ങനെയുള്ള ജോലികൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കും. തൊഴിലാളി ക്ഷാമം ഇവിടെ ഉണ്ടോ? തൊഴിലാളി ക്ഷാമം ഈ വർഷം നമുക്ക് കുറച്ചുകൂടെ അനുഭവം തുടങ്ങിയിട്ടുണ്ട്. കാരണം പൊതുവിൽ ഈ വർഷം കായുടെ ഉൽപ്പാദനം പൊതുവിൽ കൂടുതലുണ്ട്. ഇപ്പോഴത്തെ ഈ വിലയിൽ ചേട്ടൻ സംതൃപ്തനാണോ? ഇപ്പോൾ ഈ 2000-2500 വലിയ കുഴപ്പമില്ലാത്തൊരു വിലയാണ്. ഈ ഒരു 2000 എന്നൊക്കെ പറയുമ്പോൾ ന്യായമായ വിലയാണ്. 2000-2500 കുഴപ്പമില്ലാതെ പോകും. ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം കിസാൻ വാണി ശ്രോതാക്കളുമായി അറിവുകൾ പങ്കുവച്ചതിനുള്ള നന്ദിയും അറിയിക്കുന്നു. നന്ദി. പാമ്പാടുംപാറയിലെ ഏലം കർഷകനായ ശ്രീ നോജ് എം ജോസ് മുണ്ടക്കിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പാരമ്പര്യ ഔഷധ ഭക്ഷ്യവിഭവങ്ങൾ. സ്വന്തം മണ്ണിൽ നിന്നും പരിസ്ഥിതിയോട് ചേർന്ന് നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും കണ്ടും കേട്ടും ആർജിച്ച സംസ്കാരത്തിൻ്റെ നുറുങ്ങുകളാണ് നാട്ടറിവും നാടൻ ഭക്ഷണവും. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളിയുടെയും നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് തെല്ലും അറിഞ്ഞുകൂടാത്ത പുത്തൻ ജനതയുടെയും അറിവിനായി നമ്മുടെ പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങളിൽ ആരോഗ്യദായകമായ ഏതാനും ചിലത് ഇവിടെ പറയുന്നു. ഓരോ പ്രായത്തിനും വളർച്ചയ്ക്കും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ മാസത്തിനും ഉതകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭക്ഷണക്കൂട്ടുകൾ കൗമാരപ്രായക്കാർക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വൃദ്ധർക്കും അങ്ങനെ ഓരോ ശാരീരിക അവസ്ഥയ്ക്കും വേണ്ട വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതാത് കാലത്തിലെ കാർഷിക വിഭവങ്ങളും നമ്മുടെ ചുറ്റിലും ധാരാളമുണ്ടായിരുന്ന ഔഷധ ഇലകളും ഉപയോഗിച്ചാണ് ഇവ ഓരോന്നും തയ്യാറാക്കിയിരുന്നത്. ശിശുക്കൾ കട്ടിയാഹാരം കഴിച്ചു തുടങ്ങേണ്ട സമയത്ത് കൂവരക്, ഏത്തയ്ക്കാപ്പൊടി, കൂവമാവ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. പല്ലു മുളച്ചു തുടങ്ങുമ്പോൾ കടിച്ചു തിന്നാനുതകുന്ന വിധത്തിൽ അടയുണ്ടാക്കി കൊടുത്തിരുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ദോഷഫലമൊന്നുമില്ലാത്ത പലതരം അടകളുണ്ടായിരുന്നു. മലയാളിയുടെ ഭക്ഷ്യവിഭവങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന അരിക്കും തേങ്ങയ്ക്കും മുഖ്യ സ്ഥാനമുണ്ടായിരുന്നു. ഇലയട. ഇലയട ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ ഇവയൊക്കെയാണ്. അരി, പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി, വെള്ളത്തിൽ കുതിർത്ത് തരിയില്ലാതെ പൊടിച്ചത് 100 ഗ്രാം, തേങ്ങ തിരികിയത് 25 ഗ്രാം, ചെറുപയർ വറുത്തു നേർമയായി പൊടിച്ചത് 20 ഗ്രാം, കരിപ്പട്ടി 75 ഗ്രാം, നെയ്യ് 1 ടീസ്പൂൺ. മുമ്പ് പറഞ്ഞ ചേരുവകളെല്ലാം ഒന്നിച്ച് ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം വാഴയില ചെറുതായി മുറിച്ചെടുത്ത് മാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇലയിൽ കനം കുറച്ച് കൈകൊണ്ട് അമർത്തി പരത്തുക. വാഴയില 2ആയി മടക്കി ചുട്ടെടുക്കുക. പണ്ട് തീക്കനലിൽ തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുത്തിരുന്നു. കനൽ ലഭ്യമല്ലാത്തപ്പോൾ ദോശക്കല്ല് ചൂടാക്കി അട മറിച്ചും തിരിച്ചുമിട്ട് ചുട്ടെടുക്കുക.
ഗുണമേന്മയുള്ള ഈ അട കുഞ്ഞരി പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ച് കഴിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. ഇതിൽ ചീരയില, മുരിങ്ങയില തുടങ്ങിയ ഏതെങ്കിലും ഇലക്കറികൾ കൂടെ ഒരു 10 ഗ്രാം ചെറുതായി ചേർത്താൽ ഗുണം കൂടുന്നു. ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇതൊരു പോഷകപ്രദമായ ആഹാരമാണ്. ഋതുമതിയാകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പോഷകാഹാരവും നൽകുന്ന പതിവുണ്ടായിരുന്നു. സാധാരണയായി ഋതുമതിയാകുമ്പോൾ കൊടുക്കുന്ന ഒരു വിഭവമാണ് അരിമാവുരുള. വറുത്തെടുത്ത അരിമാവ് പുട്ടുമാവായാലും മതി. 100 ഗ്രാം, നല്ലെണ്ണ 25 ഗ്രാം, കരിപ്പട്ടി 50 ഗ്രാം. കരിപ്പട്ടി പൊടിച്ച് അരിമാവും എണ്ണയും ചേർത്ത് നല്ലവണ്ണം കുഴച്ച് ഇത് ചെറിയ ഉരുളകളാക്കി 3 പ്രാവശ്യം വീതം കുട്ടിക്ക് കൊടുത്തിരുന്നു. ഊർജവും കൊഴുപ്പും കാൽസ്യവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി കർക്കിടക മാസത്തിൽ ഭക്ഷിച്ചിരുന്ന ഒരു വിഭവമാണ് ഉലുവ ഉണ്ട. ദഹനക്കുറവ്, തളർച്ച, ആർത്തവാസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ഒരു സിദ്ധ ഔഷധം കൂടിയാണ് ഇത്. മുളപ്പിച്ച ഉലുവ 20 ഗ്രാം, പുഴുക്കലരി വറുത്ത് പൊടിച്ചത് 100 ഗ്രാം, തേങ്ങാപ്പീര 25 ഗ്രാം, ശർക്കര 75 ഗ്രാം. ഉലുവ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ 10 മണിക്കൂർ കുതിർത്ത് മുളപ്പിക്കുന്നു. അരി വറുത്ത് പൊടിക്കുന്നു. ഉലുവയോടൊപ്പം ശർക്കര ചീന്തിയതും തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് ചെറുതീയിൽ വരട്ടിയെടുക്കുന്നു. നല്ലവണ്ണം വെന്ത് പാകമാകുമ്പോൾ അരിപ്പൊടി ചേർത്തിളക്കി ചൂടാറുന്നതിനു മുമ്പ് ഉരുളകളാക്കുന്നു. തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ചെറുപ്രായക്കാർക്കും വൃദ്ധർക്കും ഒരുപോലെ ഗുണപ്രദമായ ഒരു വിഭവമാണ് മത്തങ്ങ പാലപ്പം. പൊതുവെ ചിങ്ങം, കന്നി മാസങ്ങളിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മത്തങ്ങ, പയർ, ഉള്ളി, ജീരകം, വറുത്ത അരിപ്പൊടി എന്നിവയാണ് പ്രധാന ചേരുവകൾ. മത്തങ്ങ ചെറു കഷ്ണങ്ങളാക്കിയത് 150 ഗ്രാം, അരിപ്പൊടി 200 ഗ്രാം, ചെറുപയർ 100 ഗ്രാം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 10 ഗ്രാം, ജീരകം 1 ടീസ്പൂൺ, തേങ്ങ തിരുമിയത് 30 ഗ്രാം. മത്തങ്ങയും കുതിർത്ത പയറും മറ്റു വിഭവങ്ങളും ചേർത്ത് വേവിക്കുന്നു. വെന്തു പാകമാകുമ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് കുറുക്കി ഉപ്പും ചേർത്ത് കട്ടിയാക്കി പാലപ്പം തയ്യാറാക്കുന്നു. ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ദ്രവക്കുറുക്ക് ദഹനത്തിനും ഉഷ്ണരോഗങ്ങൾക്കും പ്രതിവിധിയായും ഊർജ്ജസ്രോതസ്സായും കരുതിയിരുന്നു. കൂവക്കിഴങ്ങ് പറിച്ച് കഴുകിയെടുത്ത് ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി 4 ദിവസം തെളിക്കാൻ വയ്ക്കുന്നു. ഓരോ ദിവസവും തെളി മാറ്റി വെള്ളമൊഴിച്ച് കലക്കുന്നു. 4 ദിവസത്തിന് ശേഷം ഇത് തുണിയിൽ കെട്ടി വെള്ളം തോർത്തി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കിയ കൂവമാവ് പഞ്ചസാരയോ ശർക്കരയോ ആവശ്യത്തിന് ചേർത്ത് കുറുക്കി ഹൽവയായോ മാവ് ശർക്കരയും പഴവും തേങ്ങയും ചേർത്ത് കുഴച്ച് പരത്തി ഇലയടയായും ഉപയോഗിച്ചിരുന്നു. സ്ത്രീകൾക്കും കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കും കൊടുത്തിരുന്ന ഔഷധ സസ്യങ്ങളുടെ കുറുക്ക് പോഷകസമൃദ്ധമാണ്. കാരയില, കുന്നിയില, പരുത്തിയില, മലതാങ്ങിയില, മുക്കുറ്റിയില തുടങ്ങി നമ്മുടെ ചുറ്റുപാടും ഒരു കാലത്ത് ധാരാളം കണ്ടിരുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയിരുന്നത്. ഓരോ ഇലയും 10 ഗ്രാം വീതമെടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്ത പച്ചരിയും ചേർത്ത് നല്ലവണ്ണം അരച്ചതിന് ശേഷം ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, കരിപ്പട്ടി തുടങ്ങിയവ ചേർത്ത് കുറുക്കി ചൂടോടെ ഉപയോഗിക്കുന്നു. സ്വാദിനൊപ്പം ദഹനത്തിനും ഗർഭാശയ ആരോഗ്യത്തിനും ഉതകുന്നതിനാലാവും ജീരകം എല്ലാ വിഭവങ്ങളിലും ചേർത്തിരുന്നത്. കരിപ്പട്ടിയും ശർക്കരയും ഊർജത്തോടൊപ്പം കാൽസ്യം, ഇരുമ്പ് എന്നിവയും നൽകുന്നു. തെങ്ങിൻ പൂക്കുല, ചെമ്പരത്തിപ്പൂവ്, കുറുന്തോട്ടി വേര്, ശർക്കര എന്നിവ ചേർത്തുള്ള തെങ്ങിൻ പൂക്കുല കുറുക്കി ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിനുത്തമമായി കരുതിയിരുന്നു. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയായി ഉപയോഗിച്ചിരുന്നു. പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായി മുലയൂട്ടുന്ന അമ്മമാർക്ക് നൽകിയിരുന്ന മരുന്നില കുറുക്ക് പലരും ഇന്നും തുടരുന്നുണ്ട്. പച്ചരി 25 ഗ്രാം, ഔഷധ സസ്യങ്ങൾ മലതാങ്ങിയില, പരുത്തിയില, പൂവരശില, കാരയില, കുന്നിയില, യശങ്കില സമമായി എടുത്തത് 25 ഗ്രാം, തേങ്ങ 1 മുറി, ജീരകം, ഓമം 1/2 ടീസ്പൂൺ വീതം. മരുന്നിലകൾ ഞെട്ടറുത്ത് വൃത്തിയാക്കി പച്ചരി കുതിർത്തതും പൊടിച്ചെടുക്കണം. തേങ്ങാപ്പീരയും മറ്റു ചേരുവകളും ഉപ്പും ചേർത്ത് നല്ലവണ്ണം വറുത്ത് സൂക്ഷിക്കുന്നു. ഈ പൊടി ആവശ്യാനുസരണം എടുത്ത് അല്പം ശർക്കരയും ചേർത്ത് കുറുക്കി ഉപയോഗിക്കുന്നു. പഴവും ചേർത്ത് കുഴച്ച് അടയായും ചുട്ടെടുക്കാറുണ്ട്. പലതരം ഔഷധക്കഞ്ഞികളും നാം ഉപയോഗിച്ചിരുന്നു. ഓരോ രോഗത്തിനും പ്രതിവിധിയായുള്ള ഔഷധക്കഞ്ഞികളും നിലവിലുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന 3 ഇവിടെ പറയാം. കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിച്ച് അടുത്ത 1 വർഷത്തേക്ക് ആരോഗ്യം ഭദ്രമാക്കുന്ന പതിവ് നമുക്കുണ്ടായിരുന്നു. നുറുങ്ങു ഗോതമ്പ് 50 ഗ്രാം, ഉലുവ കുതിർത്തത് 50 ഗ്രാം, പെരുംജീരകം 50 ഗ്രാം, ജീരകം 50 ഗ്രാം, ഇഞ്ചി 50 ഗ്രാം, പച്ചമഞ്ഞൾ 50 ഗ്രാം,
വെളുത്തുള്ളി 50 ഗ്രാം, കായം അല്പം. ഇവയെല്ലാം ചതച്ചെടുത്ത് വെള്ളവും ചേർത്ത് വേവിച്ച് കഞ്ഞിയാക്കിയെടുത്ത് അല്പം നെയ്യും ചേർത്തുപയോഗിക്കാം. ഏതു പ്രായത്തിലുള്ളവർക്കും നിത്യവും ഉപയോഗിക്കാൻ പറ്റിയ ഈ കഞ്ഞി പ്രമേഹക്കാർക്ക് അനുയോജ്യമായ ഒരു വിഭവമാണ്. തൊട്ടാവാടി 10 ഗ്രാം, പേരയില 20 എണ്ണം, കറിവേപ്പില 10 ഗ്രാം, വെളുത്തുള്ളി 2 തുടം, മുതിര അല്ലെങ്കിൽ കാണം 50 ഗ്രാം, നുറുങ്ങ് ഗോതമ്പ് അല്ലെങ്കിൽ നവരയരി 50 ഗ്രാം. മുതിര കുതിർത്ത് തിളപ്പിച്ച് വേവിക്കുക. വെന്ത വെള്ളത്തിൽ മറ്റ് ചേരുവകളെല്ലാം ചേർത്ത് തിളപ്പിച്ച് കഞ്ഞി വയ്ക്കുക. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമായി കണക്കാക്കുന്നു. ശ്വാസരോഗങ്ങൾ, അലർജി, ജലദോഷം തുടങ്ങിയവയുടെ ശമനത്തിനായി ഉത്തമമായ ഒരു മരുന്ന് കഞ്ഞിയാണിത്. തുളസിയില, തഴുതാമ, കുറുന്തോട്ടി, ചെറുകടലാടി, മുക്കുറ്റി, ചെറുള, വയൽച്ചുള്ളി, ആവണക്ക്, ആടലോടകം, വള്ളി ഉഴിഞ്ഞ, രാമച്ചം ഇവ സമമെടുത്ത് ഉണക്കി പൊടിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് 8 ഗ്രാം പൊടിയെടുത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ 100 ഗ്രാം നവരയരി ചേർക്കുക. ജീരകം, കൊത്തമല്ലി, ചുക്ക്, മഞ്ഞൾ, ഉലുവ, ഏലത്തരി ഓരോന്നും 1/2 ചെറിയ സ്പൂൺ എന്നിവ ചേർത്തിളക്കി തിളപ്പിക്കുക. 1/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് വാങ്ങി ചൂടോടെ ഉപയോഗിക്കുക. ഔഷധ ഇലകളെല്ലാം അങ്ങാടി കടയിൽ ലഭ്യമാണ്. വീടുകളിലും ഇവ നട്ടുപിടിപ്പിക്കാം. ഇങ്ങനെ ആരോഗ്യ പരിപാലനത്തിനുതകുന്ന വളരെയേറെ പാരമ്പര്യ വിഭവങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു. വീട്ടമ്മമാർക്കും കർഷകർക്കുമൊക്കെ സുപരിചിതമായിരുന്ന പാരമ്പര്യ വിഭവങ്ങളെ മറന്നുപോകാതെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവ തിരഞ്ഞെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ മേന്മ നഷ്ടപ്പെടാതെ സംസ്കരിച്ച് എക്കാലവും ലഭ്യമാക്കിയാൽ ആരോഗ്യ സംരക്ഷണം വീട്ടിൽ തന്നെ ഉറപ്പാക്കാം. കാർഷിക അറിവുകൾ, നോഞ്ച് എം ജോസ് മുണ്ടയ്ക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കിസാൻ വാണി സമാപിക്കുന്നു.